തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ഇന്നിപ്പോൾ നടക്കുമ്പോൾ അത് ഉദ്ഘാടനമല്ല, അത് ആഘോഷമാണ് എന്ന് നമ്മുടെ പ്രേക്ഷകരൊക്കെ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവിടെയുള്ള ആളുകളൊക്കെ തന്നെ അതൊരു ഉത്സവമാക്കാൻ പോകുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. എന്തായാലും തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം ആഘോഷമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് മലയോര ജനതയും. ഒപ്പം ജനത എന്ന പദ്ധതി പ്രാവർത്തികമാക്കുന്നതോടെ നാടിന്റെ വലിയൊരു സ്വപ്നമാണ് സാക്ഷാത്കരിക്കുന്നത് എന്നൊക്കെ CPIM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള M മെഹബൂബ് അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു കാര്യം തന്നെയാണ്. നമുക്ക് ആ ജനങ്ങളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് അത് വളരെയധികം വ്യക്തമാകുന്ന ഒരു കാര്യം കൂടിയാണ്. ഒപ്പം ലിൻഡോ ജോസഫ് MLA പറഞ്ഞതുപോലെ തന്നെ അത്യാധുനികമായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ടാണ് ഈ തുരങ്കപാത വരുന്നത് എന്നൊരു കാര്യം കൂടിയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ രാജ്യം പോലും കേരളത്തെ കണ്ട് കേരളം ഒരു മാതൃകയായി മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഓരോ പദ്ധതികളും ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എന്താണ് M മെഹബൂബ് പറഞ്ഞത്, ആ വാക്കുകളിലേക്ക്. കേരളത്തിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായ തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം നടക്കുമ്പോൾ അത് ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് കോഴിക്കോട്. എനിക്കിപ്പം കോഴിക്കോട് CPIM ജില്ലാ സെക്രട്ടറി M മെഹബൂബാണ് ചേരുന്നത്. കേരളത്തിൻ്റെ വലിയൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ആണ് തുടക്കം കുറിക്കാൻ പോകുന്നത് മുഖ്യമന്ത്രി. എങ്ങനെയാണ്? കാരണം വികസനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ യാത്രാ പ്രശ്നം ഉൾപ്പെടെ വലിയ തരത്തിൽ വയനാട്ടിലേക്കുണ്ടായിരുന്നു. എല്ലാ പ്രതിസന്ധികളും മറികടന്നാണ് നമ്മൾ ഇന്ന് ഉദ്ഘാടനം കുറിക്കാൻ പോകുന്നത്. എങ്ങനെയാണത്? ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന തുരങ്കപാത നിർമ്മാണം അത് കേരളത്തിലെ ജനങ്ങളെ മാത്രമല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ വിശിഷ്യ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്ന ഒരു വലിയ വികസന വിപ്ലവമാണ് സാക്ഷാത്കരിക്കാൻ വേണ്ടി പോകുന്ന തുരങ്കപാത പ്രവൃത്തി നിർമ്മാണം. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വെച്ച പ്രകടന പത്രികയിൽ ബാക്കി നിൽക്കുന്ന ഏക പദ്ധതിയായിരുന്നു. ആ പദ്ധതി ഒട്ടേറെ സാങ്കേതിക പ്രശ്നങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ട് അതുകൂടി പൂർത്തീകരിച്ച് 100% വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് പിണറായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. തുരങ്കപാത വരുമ്പം നമുക്ക് സ്വപ്നമായിട്ട് തോന്നും, പക്ഷേ യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. 13-14 മിനിറ്റ് കൊണ്ട് നമുക്ക് വയനാട്ടിലെത്താം. നേരത്തെ സ്വാഗത സംഘ രൂപീകരണ യോഗമൊക്കെ ചേർന്നിരുന്നു. മലയോര മേഖല വലിയ ആഘോഷമാക്കി തന്നെയാണ് ഈ നിർമ്മാണോദ്ഘാടനത്തെ കാണുന്നത്. ഇങ്ങനെയാണ് കോഴിക്കോട് ജില്ല അത് ഏറ്റെടുക്കുന്നത്? തീർച്ചയായും. കാരണം മലയോര മേഖലയിലെ സാധാരണ വികസനം വളരെ കുറവായിരുന്നല്ലോ. പക്ഷേ ഈ ഗവൺമെൻറ് വന്നപ്പോൾ മലയോര തീരദേശ മേഖലയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് റോഡ്, പാല നിർമ്മാണങ്ങളിലൊക്കെ മുൻകൈ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രവൃത്തി ആനക്കാമ്പൊയിൽ പ്രദേശത്തും തുടങ്ങി മേപ്പാടി അവസാനിക്കുന്ന തുരങ്കപാതയുടെ പ്രവൃത്തി അവരും വലിയ രീതിയിലുള്ളൊരു സ്വപ്നമായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. കാരണം റെയിൽവേ ആ ഭാഗങ്ങളിലൊന്നും വരില്ല. റെയിൽവേ അവർക്ക് സ്വപ്നം കാണാൻ ഇപ്പോൾ അടുത്ത് കഴിയുമെന്ന് അറിയില്ല. എന്നാൽ പോലും വളരെ കൃത്യമായി ഇങ്ങനെ ഒരു പരിപാടി അവിടെ വരുന്നു എന്ന് പറയുമ്പോൾ വളരെ ആവേശത്തിലാണ്. അതിന് കക്ഷി രാഷ്ട്രീയമൊന്നുമില്ല. എല്ലാ ജനങ്ങളും അതിനോടൊപ്പം തന്നെ നിൽക്കുകയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ ജനാവലിയെ കണ്ടാൽ തന്നെ അത് നമുക്ക് വളരെ വ്യക്തമായി തെളിയുന്നതാണ്. ഈ സമയത്ത്, അതായത് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി താമരശ്ശേരി ചുരത്തിൽ വലിയ ഗതാഗത പ്രശ്നമുണ്ടായിരുന്നു. മണ്ണിടിഞ്ഞുകൊണ്ട് പൂർണ്ണമായും ഗതാഗതം നിർത്തുന്ന തരത്തിലേക്ക് നീങ്ങി. അപ്പോൾ ആ ആശങ്കകളൊന്നും ഇനി ഉണ്ടാകുന്നില്ല എന്നത് കൂടിയാണ് തുരങ്കപാത വരുന്നതോടുകൂടി പ്രാവർത്തികമാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയൊന്നുള്ളൊരു ഭയപ്പാടിൻ്റെ പ്രശ്നമില്ലല്ലോ. കാരണം 2 ലൈനായിട്ടാണല്ലോ പോകുന്നത്. നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇങ്ങോട്ടൊരു വാഹനം വന്നിട്ട് തടസ്സം വരുന്ന പ്രശ്നമില്ല. വളരെ പ്ലെയിനായിട്ട് 2 ലൈനാണ്. ആ 2 ലൈനിൽ ഈ തുരങ്കപാത ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കപാതയായി ഇത് മാറാൻ വേണ്ടി പോവുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നമുക്കതൊരു വലിയ, അതിന് രൂപം കൊടുത്ത സർക്കാരിനോടൊപ്പം അതിനകത്ത് നിന്ന ഉദ്യോഗസ്ഥന്മാരെയെല്ലാം ഈ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കേണ്ടിയാണ്. ഏതായാലും വലിയൊരു സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ് മലയോര ജനത, കോഴിക്കോട് ജില്ല, ഒപ്പം കേരളവും. കേരളത്തിൻ്റെ മികച്ച വികസന സ്വപ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൂടിയാണ് ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം മേഘ മാധവൻ, കോഴിക്കോട്.